ബാലഗോപാൽ നടത്തിയ ഒരു പ്രസ്താവന അതോട് ഞാൻ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ്. ഏത് വകുപ്പിനും കൊടുത്തിരിക്കുന്ന ബജറ്റിൽ വക കൊള്ളിച്ചിരിക്കുന്നതിൻ്റെ 3 ഇരട്ടി ചെലവഴിക്കുമെന്ന് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ബജറ്റിൽ വക കൊള്ളിച്ചതിൻ്റെ 3 ഇരട്ടി എങ്ങനെ ചെലവഴിക്കുമെന്ന മാജിക്ക് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ഈ മാജിക്കിനാണോ ബജറ്റിന് പുറത്ത് കടം കൊള്ളലെന്ന് പറയുന്നത്? അങ്ങനെ ആയിരിക്കണമല്ലോ. ആ ബജറ്റിന് പുറത്ത് കടം കൊള്ളലല്ലേ തെറ്റാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, CAG, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒക്കെ പറയുന്നത്. സംസ്ഥാനം കടക്കെണിയിലേക്ക് പോകുമോ എന്ന് നമ്മളൊക്കെ ആശങ്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് സൂര്യോദയ സമ്പദ്ഘടന എന്ന് പറഞ്ഞാണ് നമ്മുടെ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ ബജറ്റ് അവതരണത്തിന് എത്തിയത്. അത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിനും സംസ്ഥാനത്തിനും ഗുണകരമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഈ ബജറ്റിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ആകർഷകമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം നമ്മളൊരു കടക്കെണിയുടെ വക്കിലാണെന്നോ കടുത്ത ആശങ്കാജനകമായ രീതിയിൽ നമുക്ക് ധനപ്രതിസന്ധി ഉണ്ടെന്നോ ഉള്ള കാര്യങ്ങളൊന്നും തന്നെ പറയാതെ, പക്ഷെ അതേ സമയത്ത് കേന്ദ്രത്തെ ഇഷ്ടം പോലെ പരിഭവിച്ചു പറഞ്ഞ്, അതായത് കേന്ദ്രം നമുക്ക് അർഹിക്കുന്നത് തരുന്നില്ല, നമ്മളെ അവഗണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തോട് വലിയ പരിഭവം കാണിച്ചതിന് ശേഷമാണ് ബജറ്റിലേക്ക് അദ്ദേഹം കടക്കുന്നത്. കടന്നു വരുമ്പോൾ സത്യത്തിൽ ഈ ബജറ്റ് വെറും ഒരു ആയിരിക്കുമോ എന്നെനിക്കിപ്പോഴും സംശയമുണ്ട്. പക്ഷേ ശ്രീ ബാലഗോപാലിൻ്റെ അവതരണവും അതിലെ രീതിയും ഒക്കെ കണ്ടാൽ ഒരു നിറഞ്ഞ ഖജനാവ് മുൻപിലുണ്ട്. ആ ഖജനാവിനെ കണ്ട് ധൈര്യം സംഭരിച്ചിട്ടാണ് ഈ ബജറ്റ് പ്രസംഗം നടത്തുന്നത് എന്ന് തോന്നുമായിരുന്നു. പക്ഷേ അദ്ദേഹം, അതായത് നമ്മുടെ നരേന്ദ്രമോദി ഇന്ത്യൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ നിർമ്മല സീതാരാമൻ, നരേന്ദ്രമോദിയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് ഇന്ത്യയെ പടുത്തുയർത്തിയത്. അതുവരെ ശൂന്യമായിരുന്ന ഇന്ത്യൻ സമ്പദ്ഘടനയെ ഈ 10 വർഷം കൊണ്ട് ലോകത്തെ 5ാമത്തെ ശക്തിയാക്കി സമ്പദ്ഘടനയാക്കി മാറ്റാൻ പോകുന്നു എന്ന രീതിയിലാണ് നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് വന്നത്. ഇവിടെയും അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. കാരണം കഴിഞ്ഞ UDF ഗവൺമെൻറ്റിനെയാണ് പ്രത്യേകമായിട്ട്, അതായത് ആ UDF ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന താളം തെറ്റിയ ഒരു സമ്പദ്ഘടനയല്ല ഇന്ന് കേരളത്തിനുള്ളത്. ഇന്ന് കേരളത്തിനുള്ളത് വളരെ ശക്തമായി വിജയത്തിലേക്ക് ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ്ഘടനയാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആമുഖ പ്രസംഗം നടത്തിയത്. അങ്ങനെ ആമുഖം കഴിഞ്ഞ് ബജറ്റിലേക്ക് കടക്കുന്നു. അപ്പോൾ നടത്തിയ പ്രഖ്യാപനങ്ങൾ, ഉദാഹരണത്തിന് 3 ലക്ഷം കോടി രൂപയാണ് മൂലധന നിക്ഷേപമായി നമ്മുടെ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. ഈ 3 ലക്ഷം കോടി ആ 3 ലക്ഷം കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ അപ്പോൾ അത് ഒരു അഭിനന്ദനാർഹമായ മാറ്റിവെക്കലാണ്. പക്ഷേ 3 വർഷം കൊണ്ടാണ് 3 ലക്ഷം കോടി എങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ച് അതത്ര മോശമായ ഒരു പ്രഖ്യാപനമല്ല. പക്ഷേ ഇത് ഒരു സ്വപ്നമാണോ, യാഥാർത്ഥ്യമായി എപ്പോഴെങ്കിലും മാറുമോ എന്ന സംശയം മാത്രമാണ് നമുക്കുള്ളത്. കാരണം ഇവിടെ സാധാരണ രീതിയിൽ ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളൊക്കെ വെറും പ്രഖ്യാപനങ്ങളായി അവശേഷിക്കാറാണ് പതിവുള്ളത്. പിന്നെ അദ്ദേഹം ഇപ്പോൾ കാർഷിക മേഖലയിലേക്ക് വരുന്നു. കാർഷിക മേഖലയെ തീർത്തും അവഗണിച്ചു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം 1688 കോടിയാണ് കാർഷിക മേഖലയ്ക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അതേ സമയത്ത് വിനോദസഞ്ചാര മേഖലയ്ക്ക് 5000 കോടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം. വിനോദസഞ്ചാര മേഖല ഒറ്റ മേഖലയാണെങ്കിൽ കാർഷിക മേഖല എന്ന് പറയുന്നത് കേരളത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന മേഖലയാണ്. അപ്പോൾ കേരളത്തെ തീറ്റിപ്പോറ്റുന്നുണ്ടോ എന്നതിലുപരി കാർഷിക മേഖല തീറ്റിപ്പോറ്റാതായത് കേരളം കാർഷിക മേഖലയെ അവഗണിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിനായിട്ട് ഈ കാർഷിക മേഖലയ്ക്ക് മാറ്റിവെച്ചത് തീരെ മോശമാണ്. ഇനി അതിലുപരി, അതായത് ഞാൻ വിഴിഞ്ഞം പറ്റി പറയുകയാണ്. വിഴിഞ്ഞം പോർട്ട് ലോകോത്തര പോർട്ടുകളിൽ ഒന്നായി മാറുമെന്നും വിഴിഞ്ഞം കൊണ്ടുവരുന്ന വികസനം അത്ഭുതകരമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതിനായിട്ട്
വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ വികസന സോണുകൾ, ആ വികസന സോണുകൾക്ക് ഇവർ മാതൃക സ്വീകരിക്കുന്നു. വിഴിഞ്ഞത്ത് മാത്രമല്ല, കേരളത്തിലാകെ ഈ 3 ലക്ഷം കോടിയുടെ മൂലധന നിക്ഷേപം എന്ന് പറഞ്ഞല്ലോ, ആ വികസനമൊക്കെ വികസന സോണുകളാക്കി ചൈനീസ് മോഡൽ വികസന സോണുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരുടെ മോഡലായാലും നല്ല മോഡലാണെങ്കിൽ അംഗീകരിക്കട്ടെ, അത് പ്രാവർത്തികമാക്കി കാണുകയാണ് നമുക്ക് അനിവാര്യം. അപ്പോൾ അങ്ങനെ, പക്ഷേ വികസനത്തെ പിന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതകൾ അനന്ത സാധ്യതകളാണ്, എല്ലാവർക്കും അറിയാം. ആ സാധ്യതകൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തും എന്ന് ഉറപ്പിക്കുമ്പോൾ ആ വിഴിഞ്ഞത്ത് നിന്ന് തിരസ്കരിക്കപ്പെട്ട നിഷ്കാസിതരായ ഫിഷർമെൻ പോപ്പുലേഷൻ, അതായത് മത്സ്യബന്ധനക്കാർ, അവരുടെ കുടുംബങ്ങൾ, അവരെ പുനരധിവസിപ്പിക്കുന്നതിന് ഉള്ള താല്പര്യം, അതായത് അത്ര ശക്തമായ നടപടികളൊന്നുമില്ല. വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ ജീവിക്കാൻ അവകാശം എല്ലാവർക്കുമുണ്ട്. ആ പ്രദേശത്തുള്ളവരെ പിന്നെ അവരുടെ ജീവനോപാധി നഷ്ടപ്പെടുത്തി, അവർക്കിപ്പോൾ തീരക്കടലിൽ പോകാൻ നിവൃത്തിയില്ല. അവർ ഒരു ജീവിതകാലം കൊണ്ട് സംഘടിപ്പിച്ചിരുന്ന കെട്ടിപ്പടുത്തിരുന്ന അവരുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു, അവരുടെ വീടുകൾ കടലെടുത്തു. അത്തരം അവസ്ഥയിലാണ് അവർ. അപ്പം ഈ വിഴിഞ്ഞം മെയ് മാസത്തിൽ തുറക്കും, അതായത് പൂർണ്ണ സജ്ജമാകുമെന്ന് പറയുന്നതോടൊപ്പം അതിനു മുൻപ്, ആ മെയ് മാസത്തിന് മുൻപ് തന്നെ, മെയ് മാസം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് ഫെബ്രുവരിയാണ്, മാർച്ച്, ഏപ്രിൽ, മെയ്, ഇനി മൂന്നാമത്തെ മാസമാണ്. അതിനു മുൻപ് തന്നെ അവരുടെ പുനരധിവാസം പൂർത്തിയാക്കേണ്ടതായിരുന്നു. പക്ഷേ അത് വളരെ സാവകാശത്തിൽ അതിന് പ്രാധാന്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് അർഹിക്കുന്ന പ്രാധാന്യമോ മുൻഗണനയോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇനി നമ്മൾ കാർഷിക മേഖലയെപ്പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ തന്നെ അറിയാം, അവിടെ എന്താണ് 2016-17 ബജറ്റിൽ സിയാൽ മോഡൽ ഒരു എന്താണ് റബ്ബർ കമ്പനി കൊണ്ടുവരും, റബ്ബർ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി എന്ന് പറഞ്ഞിരുന്നു. അത് ഈ വർഷം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. സിയാൽ മോഡൽ കമ്പനി കാർഷിക മേഖലയിൽ കൊണ്ടുവരും. അതുമാത്രമല്ല, റബ്ബറിൻ്റെ താങ്ങുവില അവർ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ 250 രൂപയാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനി 2 വർഷം കൂടി ഉണ്ട് എന്ന് നമുക്ക് സമാശ്വസിപ്പിക്കാം. അവസാന വർഷം 250 ആക്കിയാൽ അടുത്ത ഇലക്ഷന് ഒരു കോപ്പ് കൂട്ടലും കൂടി ആകുമല്ലോ. അത് ഈ പ്രാവശ്യം അത് 170 നിന്ന് 180 രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്ന ചെറിയ ഒരാശ്വാസം, നാമമാത്ര ആശ്വാസം റബ്ബർ കർഷകർക്ക് കൊടുക്കുന്നു. ശരി, അത് നാമമാത്രമെങ്കിലും നമുക്ക് അതിനെ അംഗീകരിക്കാം. കാരണം അതായത് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന റബ്ബർ മേഖല, 13 ലക്ഷം ആൾക്കാർ ജോലി കണ്ടെത്തുന്ന റബ്ബർ മേഖല തകരാതിരിക്കട്ടെ. ഇനി ഈ സിയാൽ മോഡലുള്ള കമ്പനി, അതായത് വിദേശ സഹായത്തോടെയൊക്കെ കൂടെയാണ് ഈ സിയാൽ മോഡലിലുള്ള കമ്പനി കൊണ്ടുവരും. ഒരുപാട് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കും, റബ്ബർ അധിഷ്ഠിത സംരംഭങ്ങളെ എന്ന് പറയുന്നു. അത് വാസ്തവമാവുകയാണെങ്കിൽ നമ്മുടെ റബ്ബർ തോട്ടങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കാതിരിക്കാനെങ്കിലും സഹായകമാകും താങ്ങുവില 10 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചത്. കാരണം അങ്ങനെയുള്ള റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ വരുമ്പോൾ റബ്ബറിന് നമ്മൾ ഇറക്കുമതി ചെയ്യാൻ പോകാൻ ഇടവരരുത്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ ഇടവരരുത്. ഇവിടുത്തെ റബ്ബർ സംരക്ഷിക്കണം, റബ്ബർ തോട്ടങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണ് അത്രയും എങ്കിലും ചെയ്തത്. സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ശ്രീ രാജീവ് പറഞ്ഞിരുന്നു, ക്യാപ്കോ എന്ന് പറഞ്ഞൊരു വ്യവസായ പാർക്കുകൾ, അതായത് ബയോ പാർക്കുകൾ, വ്യവസായ ബയോ പാർക്കുകൾ കൊണ്ടുവരും. അവയിൽ നമ്മുടെ അങ്ങനെ അതിനെപ്പറ്റി ചില പരാമർശങ്ങളൊക്കെ, അങ്ങനെ ക്യാപ്കോയെ പറ്റിയല്ല, പൊതുവെ വ്യവസായ പാർക്കുകളെ പറ്റി പരാമർശമുണ്ട്. എങ്കിലും അത്ര ഗൗരവതരമായി അത് കണ്ടതായിട്ടോ അതിനെ പൂർത്തീകരിക്കുമെന്ന് ഉള്ള ഒരു കൺവിക്ഷൻ ഗവൺമെൻറ്റിനുള്ളതായിട്ടോ തോന്നിയിട്ടില്ല. നമ്മുടെ ബാലഗോപാൽ നടത്തിയ ഒരു പ്രസ്താവന അതോടുകൂടി ഞാൻ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ്. ഏത് വകുപ്പിനും കൊടുത്തിരിക്കുന്ന ബജറ്റിൽ വക കൊള്ളിച്ചിരിക്കുന്നതിൻ്റെ 3 ഇരട്ടി ചെലവഴിക്കുമെന്ന് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ബജറ്റിൽ വക കൊള്ളിച്ചതിൻ്റെ 3 ഇരട്ടി എങ്ങനെ ചെലവഴിക്കുമെന്ന മാജിക്ക് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ഈ മാജിക്കിനാണോ ബജറ്റിന് പുറത്ത് കടം കൊള്ളൽ എന്ന് പറയുന്നത്? അങ്ങനെ ആയിരിക്കണമല്ലോ. ആ ബജറ്റിന് പുറത്ത് കടം കൊള്ളലല്ലേ തെറ്റാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, CAG, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒക്കെ പറയുന്നത്. അതിനെ അങ്ങനെയല്ലേ
പിന്നെ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയുമുള്ള കടങ്ങളൊക്കെ ബജറ്റിനകത്ത് ഉൾപ്പെടുത്തണം. 3%, GSDPയുടെ 3% എന്ന ബജറ്റിനകത്തെ ആ ഇതിനനുസരിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലല്ലേ എല്ലായ്പ്പോഴും കേരള ഗവൺമെൻറ് കേന്ദ്രമാണ് ഞങ്ങളുടെ ധനപ്രതിസന്ധിക്ക് കാരണം. അത് കേരളം ധനപ്രതിസന്ധി 193 വകുപ്പ് 193-3-4 വകുപ്പുകൾ അനുസരിച്ച് ഏത് സംസ്ഥാനവും ഫെഡറൽ സിസ്റ്റത്തിൽ കടം കൊള്ളാം. പക്ഷേ കടം കൊള്ളുന്നതിന് പരിധികളുണ്ട്. ആ പരിധി വിട്ടു പോകുന്നു, കടക്കണിയിലേക്ക് സംസ്ഥാനം പോകും. സംസ്ഥാനങ്ങളെല്ലാം കൂടി കടക്കണിയിലേക്ക് പോയാൽ കേന്ദ്രവും കടക്കണിയിലേക്ക് പോകും, ഇന്ത്യ ഒട്ടാകെ കടക്കണിയിലേക്ക് പോകും. അങ്ങനെ പോകാതിരിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെ ഇങ്ങനെ കണ്ടുകൊണ്ട് അങ്ങനെ ഇപ്പോഴും ആഗ്രഹം, അതായത് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഇപ്പോഴും ബജറ്റിന് പുറത്ത് കടം കൊള്ളണം. കിഫ്ബി പോലെ, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് പോലെ ഇനി പുതിയ, അതായത് അവയെ രണ്ടിനും ബജറ്റിനകത്താക്കി കഴിഞ്ഞു ഗവൺമെൻറ്. അപ്പോൾ ഇനി പുറത്ത് വേറെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് തുടങ്ങും എന്നാണോ ബാലഗോപാൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി പ്രസ്താവിച്ചതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ആ സെൻറ്റൻസ് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ബജറ്റിൽ വക കൊള്ളിച്ചിരിക്കുന്ന തുകയുടെ 3 ഇരട്ടി സമസ്ത മേഖലകളിലും ചെലവഴിക്കും. സമസ്ത എന്ന ആ വേർഡ് അദ്ദേഹം ഉപയോഗിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. എല്ലാ മേഖലകളിലും ചെലവഴിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു മാജിക്കല്ലേ? അതായത് ബജറ്റിൽ വക കൊള്ളിക്കാത്ത ഫണ്ട് എവിടെ നിന്ന് വരുന്നു? പുറത്തു നിന്ന് കടം വാങ്ങണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില വൈരുദ്ധ്യങ്ങൾ ഈ ബജറ്റിൽ ഞാൻ കാണുകയുണ്ടായി. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് നോക്കിയാൽ, നമ്മൾ ഈ ബജറ്റ് നോക്കിയാൽ മുഴുവനും സ്വകാര്യ മേഖലയുമായിട്ട്, അതായത് 25 സ്വകാര്യ വ്യവസായ പാർക്കുകൾ, അങ്ങനെ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഒരു മന്ത്രണം ഇതിനകത്ത് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു ആമന്ത്രണം ഉണ്ടായിട്ട് പോലും ഒരു കാര്യം, ഒരു മേഖലയെ ഒഴിവാക്കിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് നമ്മുടെ എന്താ പറയേണ്ടത്, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പല പൊതുമേഖലാ സ്ഥാപനങ്ങളും വലിയ നഷ്ടം വരുത്തിക്കൊണ്ട് ഖജനാവിന് ചോർച്ചയുണ്ടാക്കുന്നു. അതുമല്ലെങ്കിൽ നമുക്ക് പറയാം ബജറ്റിന് പുറത്ത്, അതായത് ആ ബജറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഖജനാവിൽ നിന്ന് ചെലവ് വരുത്തിക്കൊണ്ടാണ്, അതായത് ഓരോ ബജറ്റിലും പണം പല നഷ്ടത്തിലോടുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും ശമ്പളവും ഒക്കെ കൊടുക്കാൻ വേണ്ടി പണം വകയിരുത്തിക്കൊണ്ടാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാം എന്ന ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കാത്തത് എന്ന് ഞാൻ ആശ്ചര്യത്തോടെ ഓർക്കുകയാണ്. ഒരുപാട് പേരും ആഗ്രഹിക്കുന്നതാണ്, കാരണം അവരുടെ തൊഴിൽ സംരക്ഷിക്കപ്പെടണം എന്ന് വിചാരിച്ചാകാം ഒരുപക്ഷെ അങ്ങനെ. പക്ഷേ അവരുടെ തൊഴിൽ സംരക്ഷിക്കപ്പെടുമ്പോഴും ഓർക്കേണ്ടത് സർവ്വസാധാരണക്കാർ നികുതി പണം നൽകി നിലനിർത്തുന്ന ഗവൺമെൻറ് ഖജനാവിൽ നിന്ന് ഉണ്ടാകുന്ന ഒഴുക്ക്, ആ ചോർച്ച കൊണ്ട് വേണ്ട ഈ ഇങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥരെ നിലനിർത്താൻ വേണ്ടി അവയെ സ്വകാര്യവൽക്കരിക്കാതിരിക്കുക. വേണമെങ്കിൽ സ്വകാര്യവൽക്കരിക്കുമ്പോൾ ഒരു കണ്ടീഷൻ വെച്ചാൽ മതിയല്ലോ, തൊഴിലാളികളെ റീറ്റെയിൻ ചെയ്യണം, അവയെ പിരിച്ചുവിടാൻ പാടില്ല എന്നൊരു തീരുമാനത്തിൽ എത്തിയാൽ മതി. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ അത്ഭുതത്തോടെ ഓർക്കുകയാണ്. അത്രയും സ്വകാര്യവൽക്കരണം നടക്കുന്ന ഒരു ബജറ്റിൻ്റെ അകത്ത് ഈ ഒരു തീരുമാനം എടുക്കാത്തത് എന്ത്? അത് വലിയൊരു സ്ട്രെയിനാണ്, ഒരു ഡ്രെയിനാണ്, ഖജനാവിൽ നിന്നുള്ള ഡ്രെയിനാണ്, ഗവൺമെൻറ്റിന് സ്ട്രെയിനാണ്. അപ്പോൾ അത് രണ്ടും ഒഴിവാക്കാൻ പറ്റും ആ മേഖലയിലേക്ക് സ്വകാര്യവൽക്കരണം കൊണ്ടുവന്നാൽ. ഇനിയിപ്പോൾ നമ്മൾ വിഭവ സമാഹരണ മേഖലയിലേക്ക് കടക്കുകയാണെങ്കിൽ വലിയ വിഭവ സമാഹരണ സാധ്യതകൾ ഈ ബജറ്റിൽ കണ്ടെത്താൻ ബാലഗോപാലിന് ആയിട്ടില്ല. അപ്പോൾ പക്ഷേ മദ്യത്തിൻ്റെ നികുതി അത്ഭുതമാണ് എനിക്ക്. ചില ബ്രാൻഡുകളുടെയൊക്കെ നികുതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവയുടെ വില ഇനിയും കൂടും. കഴിഞ്ഞ വർഷം ഉണ്ടായ ആ സംഭവം അദ്ദേഹത്തിന് എന്താണ് സ്ട്രൈക്ക് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുമായിട്ട് വലിയ ഏറ്റക്കുറച്ചിൽ പല ബ്രാൻഡ് മദ്യത്തിൻ്റെയും വിലയിലുണ്ടായി. അതുകൊണ്ട് ഇവിടെ നിന്ന് ഡിമാൻഡ്, അതായത് പ്രത്യേകിച്ചും അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ നിന്ന് മദ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വലിയ തരത്തിലുള്ള ആൾക്കാരുടെ ഒഴുക്ക് കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ ഉണ്ടായി.
പോണ്ടിച്ചേരിയിലേക്കുമൊക്കെ ഉണ്ടായി, മാഹിയിലേക്ക്. എന്നിട്ടും അത് മാത്രവുമല്ല, ഇടക്കാലം ഡിസ്കൗണ്ട് സെയിൽ നടത്തേണ്ടി വന്നു, മദ്യം വിറ്റ് പോകാതെ വന്നപ്പോൾ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ഞാൻ പഠിച്ചിരിക്കുന്ന തിയറി അനുസരിച്ചാണെങ്കിൽ ടാക്സ് കാസ്കേഡിംഗ് ആണ്. അതായത് ഈ ഒരേ ഉൽപ്പന്നത്തിൻ്റെ വില തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ വളരെ കുറഞ്ഞിരിക്കുകയും ഇവിടെ വളരെ ഉയർന്നിരിക്കുകയും ചെയ്താൽ ഇവിടുത്തെ വാങ്ങൽ അയൽ സംസ്ഥാനത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ കിട്ടേണ്ട നികുതി വരുമാനവും അങ്ങോട്ട് പോകും. ആ പ്രതിഭാസത്തിനാണ് ടാക്സ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. അത് മദ്യത്തിൻ്റെ കാര്യത്തിലും ഇന്ധനത്തിൻ്റെ കാര്യത്തിലും കഴിഞ്ഞ വർഷവും അതിൻ്റെ തൊട്ടപ്പുറത്തെ വർഷവും ഒക്കെ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് പോലും ഈ പ്രാവശ്യം മദ്യത്തിൻ്റെ വില വർദ്ധിപ്പിച്ചു, ചില ബ്രാൻഡുകളുടെയെങ്കിലും എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്നെനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ നികുതിയുടെ കാര്യത്തിൽ എനിക്ക് വളരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്ന ഒന്ന്, ആധാരമെഴുത്തുമായിട്ട് ബന്ധപ്പെട്ട നികുതി ശോഷണം പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയിരിക്കുന്ന ശ്രമമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യം മുതൽ നോക്കിയാൽ അറിയാവുന്ന കാര്യമാണ് ഭൂമാഫിയ, ആധാരമെഴുത്ത് മാഫിയ, അതുപോലെ തന്നെയാണ് രജിസ്ട്രേഷൻ മാഫിയ, രജിസ്ട്രേഷൻ ഓഫീസുകൾ. ഈ 3 മാഫിയകളും കൂടി ചേർന്ന് കേരളത്തിൻ്റെ ഖജനാവിനെ കാലിയാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും അതാണ്. ഭൂമിയുടെ വില, ഭൂമിയുടെ ഫെയർ വാല്യൂ താഴ്ത്തി വെച്ച് ഇങ്ങനെയുള്ള ക്രയവിക്രയങ്ങൾ നടത്തി വലിയ തോതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അത് മാണി സാറ് ധനമന്ത്രിയായിരുന്ന സമയത്ത് എന്താണ്, ഈ 3 മാസത്തിനകം ഒരു വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ 3 മാസത്തിന് ശേഷമേ അതിന്മേലുള്ള അടുത്ത ക്രയവിക്രയം നടത്താവൂ. അതുപോലെ തന്നെ ഫോട്ടോ ഒട്ടിച്ച് വേണം ആധാരം രജിസ്റ്റർ ചെയ്യാൻ. അങ്ങനെ പല നിബന്ധനകളും കൊണ്ടുവന്നു. എന്നിട്ടും ഇതിന് വലിയ മാറ്റം വരുത്താൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ശ്രീ ബാലഗോപാൽ കൊണ്ടുവന്നിരിക്കുന്ന മാർഗങ്ങളിലൂടെ ആ നികുതി വെട്ടിപ്പ് തടയാൻ കഴിയുമെങ്കിൽ അത് വളരെ സ്വാഗതാർഹമായ ഒരു നടപടിയായിട്ട് തന്നെ വേണം കരുതാനായിട്ട്. പിന്നെ ഇലക്ട്രിസിറ്റിയുടെ നികുതിയിൽ ചെറിയ രീതിയിലെങ്കിലും വർധനവ് വരുത്തി ഓർമ്മിക്കണം, കേരളമാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന വൈദ്യുതി നികുതി കൊടുക്കുന്ന സംസ്ഥാനം. അപ്പോൾ വീണ്ടും വർദ്ധിപ്പിച്ചാൽ അത് 10 പൈസയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും അനീതിയാണ്, എതിർക്കപ്പെടേണ്ടതാണ്. അങ്ങനെ അതായത് വരുമാന സമാഹരണത്തിന് എടുത്തിരിക്കുന്ന ഈ മാർഗങ്ങളല്ല ശരിക്ക് വേണ്ടത്. ശരിക്ക് വേറെ ധാരാളം മാർഗങ്ങൾ, നികുതിയേതര വരുമാന മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ വേണ്ടത്ര ടാപ്പ് ചെയ്തതായിട്ട് ഈ ബജറ്റിൽ കാണാൻ കഴിയുന്നില്ല. എങ്കിലും ചില ശ്രമങ്ങളൊക്കെ ചില മേഖലകളിൽ നടത്തിയിട്ടുണ്ട്. അത് നല്ലത് തന്നെയാണ്. പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് വരുമാന സമാഹരണം വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നികുതിയിലെ, അതായത് ഇപ്പോൾ ആംനസ്റ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ആംനസ്റ്റി കൊണ്ടുവന്നത് GST തന്നെ. അദ്ദേഹം പറഞ്ഞു 14,000 കോടിയോളം വരുമാനം GSTയുടെ വക തന്നെ പിരിച്ചെടുക്കാനുണ്ടെന്ന്. പക്ഷേ കേരളീയം നടത്തിയപ്പോൾ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തിട്ടുണ്ടേ, അത് നമ്മൾ മറക്കരുത്. അപ്പോൾ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തതിന് അവാർഡ് കിട്ടിയത് ആർക്കാണ്? നമ്മുടെ ഈ GSTയുടെയൊക്കെ മേധാവിക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആംനസ്റ്റിക്ക് പോകുമ്പോൾ ഒരു പക്ഷേ ആംനസ്റ്റിയും അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണോ എന്ന് അറിഞ്ഞുകൂടാ, പിഴ പലിശയൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യും. അങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോഴത്തേനും എത്രയോ നാളായിട്ട് അവർക്ക് ഈ പണം കൊണ്ടുവന്ന് ബാങ്കിലിട്ടാൽ കിട്ടുമായിരുന്ന പലിശയൊക്കെ അവർക്ക് കിട്ടത്തക്ക രീതിയിൽ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കളിയാണ്. അതായത് പങ്കുപറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ആംനസ്റ്റി നടത്തുമ്പോൾ, അതായത് കേരളീയവും നവകേരള സദസ്സും ഒക്കെ നടത്തി സ്പോൺസർഷിപ്പൊക്കെ കളക്ട് ചെയ്ത് രാഷ്ട്രീയക്കാരും അതുപോലെ ഈ വ്യാപാരി വ്യവസായികളും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അണ്ടർസ്റ്റാൻഡിങ്ങിന് ശേഷമാണ് ഇങ്ങനെ പോകുന്നത്. ഈ പറയപ്പെട്ട ആംനസ്റ്റിക്ക് പോയി ഈ കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള ശക്തമായ നടപടി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വിചാരിക്കാവുന്നത് ഒന്നാണ്, അതായത് പങ്കുപറ്റ് രാഷ്ട്രീയം അവിടെ കളിക്കും. അങ്ങനെ കളിക്കുമ്പോഴത്തേനും പ്രതീക്ഷിക്കുന്നത്ര വരുമാനം സമാഹരിക്കാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എനിവേ ഈ ബജറ്റ് ഈ ധനപ്രതിസന്ധിയെ ഒളിച്ചു വയ്ക്കുന്ന ബജറ്റാണ്. ധനപ്രതിസന്ധിയുടെ ആഘാതം ഒന്നുമില്ല, സമ്പദ്ഘടന ആസ് യൂഷ്വൽ പോകുന്നു എന്ന ഒരു ചിന്താഗതി എല്ലാവരിലും ഊട്ടി ഉറപ്പിക്കത്തക്ക രീതിയിൽ കരുത്തോടെ വന്നാണ് ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ വർഷം എന്ത് നടക്കാൻ പോകുന്നു എന്ന് നാം കണ്ടറിയേണ്ടിയിരിക്കുന്നു.